അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കോടനാട് വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് കോടനാട് എസ്റ്റേറ്റിലേക്കുള്ള ഒരു യാത്രയിലാണ്. സഞ്ചാരികൾക്ക് എന്നും പ്രിയപ്പെട്ട കോടനാട് എസ്റ്റേറ്റിന്റെ ചരിത്രങ്ങൾ തേടിയുള്ള ഒരു യാത്രയൊന്നുമല്ല ഇത്. കോടനാട് എസ്റ്റേറ്റ് പോയി അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത്, അവിടെ നൈസായിട്ടുള്ള സ്പോട്ടുകളൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സഞ്ചാരികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോടനാട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല അടിപൊളി താഴ്വരകളും ഇതൊക്കെ അടങ്ങുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ മിസ്റ്റുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇനിയും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടുന്ന് കോടനാട് എസ്റ്റേറ്റിലേക്കുള്ള യാത്ര ആരംഭിക്കാം. കോടനാട് എസ്റ്റേറ്റിൽ എന്തെല്ലാം നൈസായിട്ടുള്ള സ്പോട്ടുകളൊക്കെ കാണാനുണ്ട് എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കോടനാട് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് കോടനാട് എസ്റ്റേറ്റിലേക്ക് വരുമ്പം ആദ്യമായിട്ട് കാണുന്ന ഗേറ്റാണ് നിങ്ങൾ അവിടെ ദൂരെ ആയിട്ട് കാണുന്ന ആ ഒരു ഗേറ്റ്. കോടനാട് വ്യൂ പോയിന്റ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കോടനാട് എസ്റ്റേറ്റിന് ആ. മൊത്തം 12 ഗേറ്റ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഗേറ്റിന്റെ ഫസ്റ്റ് ഗേറ്റിന്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്തെല്ലാം കാഴ്ചകളാണ് കാണാനുള്ളത് എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഈ കോടനാട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ മുൻ CM ജയലളിത അവരെ പേരിലുള്ള ഒരു എസ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ കാണുന്ന ഈ ഒരു എസ്റ്റേറ്റിന് ഏകദേശം 900-ലേറെ ഏക്കർ ഭൂമിയിലാണ് ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, തേയിലത്തോട്ടങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ആണ് ഈ കോടനാട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ആ ഗേറ്റിന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഈ എസ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കോടനാട് വ്യൂ പോയിന്റ് പോകുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ എസ്റ്റേറ്റിന്റെ സൈഡിലൊക്കെ ആയിട്ട് വളരെയധികം ഭംഗിയായിട്ടാണ് ഇതുപോലെ പൂക്കളും അതുപോലെ ഇതിന്റെ കോമ്പൗണ്ടുകളും പിന്നെ ഇതുപോലെ ഡസ്റ്റ്ബിന്ന് കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര നീറ്റായിട്ടാണ് ഈ ഒരു എസ്റ്റേറ്റ് കൊണ്ട് നടക്കുന്നത്. സൈഡിലൊക്കെ അതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവറുകളൊക്കെ കാണാൻ പറ്റി. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ അന്യായമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കോടനാട് എസ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് മൈൻഡ് ചില്ലാക്കിയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതുപോലുള്ള കാഴ്ചകളൊക്കെയാണ്, ഫുൾ പച്ചപ്പും ബാക്കിലൊക്കെ ആയിട്ട് മലകളും. ഇതൊക്കെ ഇവിടെ വന്ന് കണ്ട് ആസ്വദിച്ച് നല്ല ചില്ലാക്കിയിട്ട് പോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു എസ്റ്റേറ്റിന്റെ പ്രത്യേകത. പിന്നെ ഇതാണ് അതിലൊരു ഗേറ്റ് കോടനാട് എസ്റ്റേറ്റിന്റെ. പിന്നെ ഫുൾ തിരക്ക് കുറഞ്ഞ് ഫ്രീ ആയിട്ടുള്ള റോഡുകളും ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ ഈ കോടനാട് എസ്റ്റേറ്റിൽ തന്നെ കാണാനുണ്ട്. അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോകാം. കോടനാട് എസ്റ്റേറ്റിന്റെ തന്നെ വേറെ ഒരു ഗേറ്റിന്റെ മുമ്പിലാണ് ഞാനുള്ളത്. ഇപ്പൊ ഈ ഗേറ്റിൽ തന്നെ ഒരു നമ്പറൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് 10ാമത്തെ ഗേറ്റ് ആണ് ഈ കോടനാട് എസ്റ്റേറ്റിന്റെ. 12ഓളം ഗേറ്റുകളുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരേ ഒരു ഗേറ്റ് മാത്രമാണ് ഇത്. പിന്നെ ഇതിന്റെ അകത്ത് ഒരു ബംഗ്ലാവൊക്കെ കാണാൻ പറ്റും. ശരിക്ക് ഇവിടുന്ന് നോക്കുമ്പോ കാണാൻ പറ്റുന്നില്ല. പിന്നെ സൈഡിലൊക്കെ കണ്ടില്ലേ, ഫുൾ ഇതുപോലെ കമ്പിവേലിയൊക്കെ വെച്ച് കെട്ടി ഓരോ ഭാഗത്തായിട്ട് ഇതുപോലെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതെല്ലാം. പക്ഷെ ഇതിന്റെ അകത്തോട്ടൊന്നും ആർക്കും കയറാൻ പറ്റൂല, കാരണം ഇതൊക്കെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ കേസിനെ കുറിച്ചൊന്നും ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റൂല. പിന്നെ ഈ ബംഗ്ലാവ് ഇവിടുന്ന് നല്ല പോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സൈഡിലൊക്കെ കണ്ടില്ലേ, എന്ത് വൃത്തിയായിട്ടാണ് ഇത് വെട്ടി നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഇതൊക്കെ ഈ ഒരു കോമ്പൗണ്ട് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ബംഗ്ലാവ് ജയലളിത അമ്മ കോടനാട് എസ്റ്റേറ്റ് ജീവിച്ചിരിപ്പുള്ള സമയത്ത് ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബംഗ്ലാവ് ഇതാണിത്. ജയലളിത മരിച്ച ശേഷം ഉണ്ടായിട്ടുള്ള ഒരു കേസാണിത്. ശശികല അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അടങ്ങുന്ന ഒരു കേസായതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോയിൽ ആധികാരികമായിട്ട് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞേ. അപ്പൊ ഏതായാലും അടുത്തൊരു സ്പോട്ടിലേക്ക് പോയി നോക്കാം. പിന്നെ ഈ കോടനാട് എസ്റ്റേറ്റിന്റെ ഈ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല ഇളം തണുപ്പും അതുപോലെ തന്നെ നല്ല ഇളം കാറ്റും
ഒക്കെ ഉള്ള ഒരു സ്പോട്ടിലൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഫുൾ തേയിലത്തോട്ടങ്ങളാണ്, നല്ല വൃത്തിയുള്ള റോഡും. ഇതൊക്കെയാണ് ഈ തേയിലത്തോട്ടം കോടനാട് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ അകത്തൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ്. പിന്നെ ഊട്ടിയിലെ മറ്റ് ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താരതമ്യേന ഇവിടെ തണുപ്പ് കുറച്ച് കുറവാണ്. ഊട്ടിയിൽ നിന്ന് ഏകദേശം 38 കിലോമീറ്റർ അകത്തായിട്ടാണ് ഈ കോടനാട് എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഊട്ടിയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോടനാടും കോട്ടഗിരി ഇതെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കുറഞ്ഞ പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ തണുപ്പ് കുറച്ച് കുറയാനുള്ള റീസണും. ഞാൻ കുറച്ചുകൂടെ മുമ്പിലോട്ട് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത്. ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു എസ്റ്റേറ്റിലേക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിത്രത്തിലേക്ക് കൊത്തിവെച്ച പോലെയുള്ളൊരു കാഴ്ചകൾ, ഫുൾ തേയിലത്തോട്ടങ്ങളും മലകളും ഒക്കെ ആയിട്ട്. പിന്നെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് വണ്ടികൾ പോകുന്ന ശല്യവും വേറെ ഒരു ശല്യവും ഇല്ലാത്ത നല്ല അടിപൊളി സ്പോട്ടായിട്ടുള്ളൊരു ഏരിയയാണ്. ഞാൻ വന്നതിൽ വെച്ച് വന്നതിൻ്റെ ശേഷം ഇവിടുന്ന് കണ്ടതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പോട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് തന്നെയാണ്. ജയലളിത മരിച്ച ശേഷം കോടനാട് എസ്റ്റേറ്റിൽ ജോലി നോക്കിയിരുന്ന കോടനാട് സ്വദേശികളായിട്ടുള്ളവർ ആരും തന്നെ ഈ ഒരു എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് വരാറില്ല എന്നുള്ളതാണ് കേട്ടത്. അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് ഈ എസ്റ്റേറ്റിൻ്റെ വേറൊരു ഗേറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇത് ബസ് സ്റ്റോപ്പാണോ ഇനി വേറെ എന്തോ ചരക്ക് ലോഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വെച്ച എന്തോ സംഭവമാണോ എന്നുള്ള അറിയില്ല. എനിക്കിവിടുന്ന് അറിയാൻ പറ്റിയത് ഇവിടെ ജയലളിത മരിച്ച ശേഷം അങ്ങനെ കൂടുതൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ ആരും തന്നെ ഇവിടെ അതിൻ്റെ ശേഷം ജോലിക്ക് വരാറില്ല. മരിച്ച ആ സമയത്തൊക്കെ ഒരുപാട് സമരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് നല്ല വൃത്തിയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ തൊഴിലാളികളൊക്കെ എവിടുന്ന് വരുന്നു ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് ഇവിടെ വന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് തേയിലകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫുള്ള് തേയിലകൾ വെട്ടി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫുള്ള് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ തൊഴിലാളികളൊക്കെ എവിടുന്ന് വരുന്നു അതിനെപ്പറ്റിയൊന്നും ശരിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ എല്ലാ ഗേറ്റിനൊന്നും ഇവിടെ നമ്പറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു എസ്റ്റേറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഴത്തിലുള്ള ഒരു ചരിത്രങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എസ്റ്റേറ്റ് ജയലളിത അമ്മ മേടിച്ചിട്ടുള്ളത് മുമ്പ് ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി, ജോൺസ് ഗ്രൂപ്പ് എന്ന് അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ അവരെ കയ്യിൽ നിന്നാണ് ഈ ഒരു എസ്റ്റേറ്റ് ജയലളിത മേടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. പിന്നെ കുറച്ച് പേരൊക്കെ താഴെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് വിസിറ്റേഴ്സിന് ഇതിൻ്റെ അകത്തോട്ടൊന്നും എൻട്രൻസ് ഇല്ല. അപ്പോൾ അകത്തൂടെ ഒരുപാട് റോഡുകളൊക്കെ പോകുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. പക്ഷേ വിസിറ്റേഴ്സിന് അകത്തോട്ട് എൻട്രൻസ് ഇല്ല. ഇനി മേലെയുള്ള അധികാരികളായിട്ട് എന്തെങ്കിലും പാസ് കാര്യങ്ങളൊക്കെ എടുത്ത് കയറാൻ പറ്റുമോ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയാനും പറ്റിയിട്ടില്ല. പിന്നെ നമുക്കെന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ റോഡ് സൈഡ് ഈ മെയിൻ റോഡ് സൈഡിലൂടെ തന്നെ ഇഷ്ടം പോലെ കാണാനായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഇതിൽ എല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം. ഇവിടെ കോടനാട് എസ്റ്റേറ്റിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കുറച്ച് നല്ല സ്പോട്ടുകൾ മാത്രമാണ് വീഡിയോ എടുത്ത് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വേറൊരു തരത്തിലുള്ള പൂക്കളൊക്കെയാണ് റോഡ് സൈഡിൽ. നമ്മൾ അവിടെ ഒരു എസ്റ്റേറ്റിൻ്റെ വേറൊരു ഭാഗത്ത് നിന്നപ്പോൾ അവിടെ ഒരു റെഡ് കളറിൽ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞാലും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുന്നതാണ്. പിന്നെ കോടമഞ്ഞൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ കോടനാട് എന്നാണ്. അപ്പോൾ കോടനാട് ഈ കോട ഇറങ്ങുന്ന ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഇത്രക്കും എന്താ പറയുക പച്ചപ്പും ഇതൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സമയത്ത് തന്നെ വരണം. ഞാൻ മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെ നല്ല ഒരു വെളിച്ചമുള്ളൊരു ക്ലൈമറ്റാണ്. 900 ഏക്കറിൽ കൂടുതൽ വലുപ്പമുള്ള ഈ ഒരു എസ്റ്റേറ്റിന് 2000 കോടിക്ക് മുകളിൽ വാല്യൂ ഉണ്ടെന്നുള്ളതാണ് 2017 ഒരു റിപ്പോർട്ടിൽ പറയുന്നത്.
അപ്പോൾ ഏതായാലും ഇവിടുത്തെ ഈ കോടനാട് എസ്റ്റേറ്റിൻ്റെ ഈ ഒരു ഭംഗിയെല്ലാം കണ്ട ശേഷം ഞാൻ അടുത്തതായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് കൂക്കൽ തുറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് കോട്ടഗിരിയിൽ തന്നെ കുറച്ച് സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി കോട്ടഗിരിയിൽ ബാക്കി എന്തെല്ലാം കാഴ്ചകളൊക്കെ കാണാനുണ്ട്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നേരെ കോട്ടഗിരിയിലേക്ക് പോവാം. കോടനാട് നിന്ന് കോട്ടഗിരി ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കോടനാട് നമ്മൾ കണ്ട കാഴ്ചകൾ, കോടനാട് ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ടെമ്പിളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൻ്റെ മുമ്പ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ കോട്ടഗിരി ടൗണിലാണുള്ളത്. കോടനാട് എസ്റ്റേറ്റിൻ്റെ അവിടുന്ന് ഏകദേശം 13 കിലോമീറ്റർ ആണ് ഈ കോട്ടഗിരിയിലേക്കുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഇനി ഞാൻ കൂക്കൽത്തുറയിലേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. കൂക്കൽത്തുറ എന്ന് പറഞ്ഞ ഗ്രാമം ഒരു എന്താ പറയുക, ഒരു താഴ്വരയിലൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. അതിനെപ്പറ്റി വലുതായിട്ട് ഐഡിയ ഒന്നുമില്ല. ഇവിടെ സൈൻ ബോർഡിൽ ഇട്ടിട്ടുണ്ട് കൂക്കൽത്തുറയിലേക്ക് 9 കിലോമീറ്റർ ആണുള്ളത്. ഈ ഒരു റോഡിലൂടെയാണ് കൂക്കൽത്തുറയിൽ പോകാനുള്ളത്. അപ്പോൾ കൂക്കൽത്തുറ ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു സ്പോട്ടാണ്. കുറച്ച് വീഡിയോകളിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂക്കൽത്തുറയിൽ. അപ്പോൾ ഏതായാലും പോയി നോക്കാം. ഈ ഒരു സ്പോട്ടാണ് കോട്ടഗിരിയിലെ അറിയപ്പെടുന്ന ഒരു സ്പോട്ട്. ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു സ്പോട്ടിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത, നമ്മൾ വേറെ ഏതോ ഒരു വിദേശ രാജ്യത്തൊക്കെ സഞ്ചരിക്കുന്ന പോലെ, ഈ ന്യൂസിലാൻഡ്, സ്വിറ്റ്സർലാൻഡ് ഇതുപോലുള്ള രാജ്യത്തൊക്കെ സഞ്ചരിക്കുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്ന ആ വീടിൻ്റെ മേലെയുള്ള ഒരു മരം, പിങ്ക് കളറിലുള്ള ഒരു ഇല അടങ്ങുന്ന ഒരു മരം. ആ ഒരു മരമാണ് ശരിക്കും ഈ ഒരു സ്പോട്ടിന് ഇത്രക്കും അങ്ങ് ബ്യൂട്ടിഫുൾ ആക്കുന്നത്. പിന്നെ ആകാശമൊക്കെ നല്ല ഒരു ബ്ലൂ കളറിലാണ് നിൽക്കുന്നത്. അതൊക്കെ ഭയങ്കര ഭംഗി കിട്ടുന്നുണ്ട് ഫ്രണ്ടിലുള്ള ഒരു വ്യൂവിന്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടഗിരി വന്നിട്ട് കൂക്കൽത്തുറയിൽ പോകുന്ന ഒരു റൂട്ടിലാണ് ഈ ഒരു സ്പോട്ട്. കോട്ടഗിരിയിൽ പ്രത്യേകിച്ചൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയിട്ടില്ലായിരുന്നു. മെയിനായിട്ട് കോടനാടാണ് ഇവിടെ വന്നപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. ഇപ്പം നേരെ കൂക്കൽത്തുറയിൽ പോകുന്ന ഒരു റൂട്ടാണിത്. ഇതൊക്കെ ശരിക്കും ഭയാനകമായിട്ടുള്ളൊരു റൂട്ടാണ്. ചെറിയ റോഡും തീരെ തിരക്ക് കുറഞ്ഞ ഒരു റോഡുമായിട്ടാണ് ഇവിടെയൊക്കെ ഉള്ള റോഡുകൾ. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് മലയടിവാരത്തിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള. പിന്നെ ഇവിടെ റോഡിലൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ തീരെ കുറവാണ്. പിന്നെ ആളുകളും അതുപോലെ തീരെ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഒരുപാട് വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഊട്ടിയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോടനാടും കോട്ടഗിരിയും എല്ലാം തന്നെ ഒരു താഴ്ചയിലുള്ള ഒരു പ്രദേശങ്ങളാണ്. അപ്പോൾ ഇനി കൂക്കൽത്തുറ പോകുന്നത് അതിനേക്കാളും താഴ്വരയിലുള്ള ഒരു ഗ്രാമത്തിലേക്കാണ്. അതിനെപ്പറ്റി ചെറുതായിട്ട് അറിയുന്ന ഒരു സംഭവം, അവിടെ ഒരുപാട് കൃഷികളും കാര്യങ്ങളും വെറൈറ്റി ആയിട്ടുള്ള കൃഷികളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഈ കൂക്കൽത്തുറ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു നല്ലൊരു റോഡ് സ്റ്റാർട്ടാകുന്നുണ്ട്. ഏതായാലും ഇനി ഒരു 5-6 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കൂക്കൽത്തുറയിൽ എത്താൻ പറ്റും. നിങ്ങൾ ഊട്ടിയിൽ നിന്ന് ഒരു റോഡ് ട്രിപ്പായിട്ടൊക്കെ കോട്ടഗിരി വന്നു കഴിഞ്ഞാൽ കോടനാട് വ്യൂ പോയിന്റും ടെമ്പിളും കോട്ടഗിരി എസ്റ്റേറ്റും ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെ കൂക്കൽത്തുറയും എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി കൂക്കൽത്തുറയിൽ പോകുമ്പോൾ അവിടെ ആ ഒരു ഗ്രാമത്തിലെ കാഴ്ചകളും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ എസ്റ്റേറ്റ് ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ചകൾ അടങ്ങുന്ന ഒരു വീഡിയോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.